Hello guys, welcome back to my YouTube channel. എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട് ഇന്ന് വരും. രണ്ട് ഫ്രണ്ടുകൾ അപ്പോൾ ഞങ്ങൾ ഇന്ന് സ്പെഷ്യലായിട്ട് കിഴി പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വാഴയില ഞങ്ങൾ ബാക്കിൽ പോയി വെട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. കണ്ടോ? ഓക്കെ. ഹലോ ഗായ്സ്, ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇന്ന് വരുന്നുണ്ട്. അപ്പം ഞാൻ ചിക്കൻ വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കിഴി പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അവരിവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. എപ്പോൾ എത്തുമെന്ന് അറിയില്ല, എപ്പോഴാലും എത്തും. അയ്യോ അയ്യോ നിറഞ്ഞു പോയി എൻ്റെ എണ്ണ. ഓ മൈ ഗോഡ്. അയ്യോ, ഞങ്ങൾ രാത്രിയിൽ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അവർ ബസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ കൂട്ടാൻ വേണ്ടിട്ട് പോകണം. എടാ വാടാ, കേറി അള്ളിൽ കേറിക്കോ. അതെ അതെ. ഇന്ന് തുടങ്ങിയാലായിരുന്നു അവിടെ ഇങ്ങോട്ട് വന്നപ്പോ പറയുന്നൊന്നും കേൾക്കുന്നില്ല. എടുത്തോടെ ഒരെണ്ണം നല്ല ചൂടുള്ള. അല്ല സെയിം തന്നെ. നിനക്ക് നിനക്ക് ഇത് നിനക്ക് ഇവന് ഇതോ കിഴി പൊറോട്ടയാണ്. അപ്പം എല്ലാവരും അവന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിന്റെ ചാനലിന്റെ പേര് പറ. അഫ്സൽ കുടമ്പനാട്, അഫ്സൽ കുന്നംകുളം. അവന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. അടുത്ത ബ്ലോഗർ ട്രേഡിങ്സ്, ഇത് സീക്കർ നരേറ്റർ. ഇവക്കൂടെ ചാനൽ തുടങ്ങി കൊടുക്കണം. ഒരു ചാനൽ, നിനക്ക് ഒരു ചാനൽ വേണോ? പിന്നെ ഇത് ഒരുപാടായി കഴിച്ചിട്ട് കീഴ്പ്പറട്ടത്തില് റെസ്റ്റോറന്റ് കഴിക്കുന്നുണ്ട്. നമ്മളിപ്പോ ലാസ്റ്റ് നമ്മള് കൂടിയത് ആ അവിടെ കിട്ടും. ഇവിടെ മെയിൻ ആയിട്ട് കഴിക്കണത് തന്നെയാണ്, കീഴ്പ്പറോട്ട തന്നെയാണ്. എവിടെ പോയാലും 1.5 വർഷത്തിന് ശേഷം ഇപ്പൊ കഴിക്കുകയാണ്. അപ്പൊ അതിൻ്റെതായ ഒരു ടേസ്റ്റ് ആ സമയത്ത് ഞാൻ കഴിച്ചാ ഈ കടയിലൊക്കെ പോയി കഴിച്ചിട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഇതിന്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ വരും. ഇല്ല, റെസിപ്പി ഉണ്ടാവും. റെസിപ്പിയിലും കിഴി കെട്ടണുണ്ടാവും. ആ കെട്ടലുകള് കെട്ടലാണ് മെയിൻ അല്ലേ? സംഭവം നല്ല സെറ്റായിട്ടുണ്ട്. ചിക്കൻ്റെ ഒക്കെ അതിപ്രസരം മൂലം പൊറോട്ട കാണാനായിട്ട് തന്നെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരോടും ചേർന്നിട്ട് ഞങ്ങൾ പുറത്തു പോകണം. ഉണ്ടോ? വരുമ്പോ എങ്ങനെയാണെന്ന് അറിയില്ല. വേറെ ലെവലാണ്. ബിസിനസ് മാത്രം സംസാരിക്കണം. ഞങ്ങൾ അവിടെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പനിയാണ്.
അടച്ച് ക്ലോസാ 9 പോയ 12 12 മണി വരെ. അത് കഴിഞ്ഞ പിന്നെ ഇതാ പാല് മാത്രമേ കണ്ടുള്ളൂ. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ഥലം അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നെറ്റില് സമയം നോക്കിയപ്പോ രാവിലെ 8 തൊട്ട് രാത്രി 11 മണി വരെ സമയം കൊടുത്തിരുന്നതാണ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് അടച്ചിട്ടിരിക്കുന്നു. സോ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത പ്ലാൻ ബി. ഇവിടുന്ന് യാത്ര പറഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അയർപ്പനാസിൽ എത്തിയിരിക്കുകയാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ. ഇവിടെ ഫുള്ള് എണ്ണപ്പനയാണ് കേട്ടോ. യെസ്. അതിന്റെ തൊട്ടപ്പുറത്ത് താണ്ടെ റെയിൽവേ ലൈനാണ് ആ പോണത്. ഹലോ ഗൈസ്, ഞങ്ങള് രണ്ടാമത്തെ സ്ഥലത്തെത്തി. ഒരു സ്ഥലം അടവായിരുന്നു, എത്തിയിട്ടുണ്ട്. അതിന്റെ കഥയൊക്കെ ബാക്കി പിന്നെ പുറകെ പറയാം. പോയാലേ അതായിരുന്നു വാങ്ങിച്ചു. Alam 7531666737. ആ ഇക്കടെ ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? അവിടെ ഉടുപ്പ് മാറുന്ന സ്ഥലം. അതിനകത്ത് ബാത്റൂം ഒക്കെ എന്താ പറയാ, അപ്പൊ പറയട്ടെ. കുളിക്കാണ് കപ്പൊക്കെ ഉണ്ടല്ലോ. കോരി കുളിക്കൊക്കെ ചെയ്യാം. വേദന പിന്നെ ഡീറ്റോക്സ്. എന്റെ മോനെ, അയ്യോ ഒഴുങ്ങിയെടുത്ത്. ചൂട് കയറ്റി കയറ്റി പുള്ളിയുടെ എല്ലാം കത്തിക്കരിഞ്ഞു പോകത്തില്ല ഇങ്ങനെ കിടന്നാണെന്ന് വിചാരിക്കുന്നത്. അയ്യോ, എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. അതെ, ആ വെള്ളത്തിനും ചൂടുണ്ടോ? ഇല്ല, ഇത് ഇച്ചിരി കൂടുതലാ. ആ, പക്ഷെ ആ കല്ല് ഇതല്ലേ, പായലല്ല. പായലുണ്ട് കല്ലേല്. തിളച്ച വെള്ളം ഓടുന്നു അതുപോലെ കിടക്കുന്നത്. ഞാൻ ആദ്യം കുറച്ച് തണുത്ത വെള്ളത്തിൽ പോയിരിക്കട്ടെ. വയ്യ, കാലൊക്കെ ഒരുമാതിരി ആച്ചി. മൈക്ക് മേടിച്ചോടിയതാണോ അങ്ങേര്? ഇതെന്താ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, ഭൂമിക്ക് അടിയിൽ നിന്ന് വരുന്ന നാച്ചുറൽ ആയിട്ടുള്ള ചൂടുവെള്ളം, ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയും, അതാണ് ഈ സാധനം. അപ്പൊ അതിനെ ഇവര് ഇവിടെയൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ആ ചെയറിൽ ഇരുന്നിട്ട് കാല് ഇതിനകത്ത് വെച്ചിട്ട് ഇരിക്കും. അതായത് കാല് വേദനയുള്ളവർക്കൊക്കെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് നല്ലൊരു ആശ്വാസമാണ്. എങ്ങനെയുണ്ട് ചൂട്? ചൂട് എങ്ങനെയുണ്ട്? ഭയങ്കര ചൂടാണ്, ഭയങ്കര ചൂടാണ്. ഒരു മനുഷ്യൻ ഇതിനകത്ത് ഇറങ്ങി കിടക്കുകയായിരുന്നു ഇത്രയും നേരം, നല്ല ചൂടത്ത്. അപ്പൊ അതാണ് ഈ ഒരു സെറ്റപ്പ്. ആ, തണുത്ത വെള്ളത്ത് ഇങ്ങനെ പെട്ടെന്ന് മാറുമ്പോ എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ വരികയരുത്. ആ, ഓക്കെ. ഇത് വെച്ച് നോക്കുമ്പം താരതമ്യേന ചൂട് കുറവാണ് ഈ ഭാഗത്ത്. ആണല്ലേ? കലങ്ങും. എനിക്ക് തോന്നുന്നു ആ ഏരിയയിലൊക്കെ ആണെന്ന് തോന്നുന്നു അധികം ആൾക്കാർ ഇറങ്ങുന്നത്. അതുകൊണ്ട് അവിടെ അധികം കലങ്ങലായിരിക്കും. മരം കിണറിനകത്തുനിന്ന് മരം കളിത്തിരിക്കുന്നു. നിങ്ങൾ അങ്ങനെ ഇവിടെ നിന്ന് ചൊറിഞ്ഞ് കുളിക്കുന്നു. മസാജ് ചെയ്ത് കുളിക്കാൻ ആൾക്കാര്. 6 രൂപയുള്ളല്ലേ? 40 കിട്ടും എല്ലാ കൂടെ.
6 5 30 അല്ലേ? 40. ശരിയാണല്ലോ അത്. മുമ്പേ അവിടെ മറ്റേ ചൂടുവെള്ളത്തിൽ കിടന്ന മനുഷ്യനാണ് ഈ വന്ന് കിടക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇതിനകത്ത് ഇറങ്ങാൻ പോവാ. ഇതൊക്കെ നല്ല തണുത്ത വെള്ളം. ആഹാ, അടിപൊളിയാണ് കേട്ടോ. തണുപ്പാ? പിന്നെ തണുപ്പാ, ഭയങ്കര തണുപ്പ്. മോളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീണോണ്ടിരിക്കുക കേട്ടോ, പൈപ്പ് വഴി. ഇത് ഓക്കെയാണ്, തണുപ്പാണ്. ഇത് നല്ല തണുപ്പാ ഇവിടെ. ഇറങ്ങും സൈമ, അടുത്തോട്ടിറങ്ങും. അടുത്തോട്ടിറങ്ങും. ആഴക്കൂടുതലല്ല, ഇത്രയല്ലേ ഉള്ളൂ ഇവിടെ. പുള്ളിയുടെ ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇരിക്കുക കേട്ടോ. അവര് വരുന്നുണ്ടോ അതൊക്കെ കിടക്കാം ഇതിനകത്ത്. മുട്ടറ്റും വെള്ളേ ഉള്ളു ഇതിനകത്ത്. മറ്റ് ഹോട്ട് സ്പ്രിങ്ങുകളെയൊക്കെ അപേക്ഷിച്ച് ഇതിനകത്ത് നമുക്ക് കിടക്കാൻ പറ്റും കേട്ടോ. വലിയ ചൂടെന്ന് പറയാൻ പറ്റില്ല. വലിയ തിളച്ച വെള്ളം അവിടെ ഏറ്റവും തണുപ്പ്. പിന്നെ അതിനേക്കാളും ടെമ്പറേച്ചർ കുറവ്, അതിനേക്കാളും ടെമ്പറേച്ചർ കൂടുതൽ, അതിനപ്പുറത്ത് ഏറ്റവും ടെമ്പറേച്ചർ കൂടുതൽ. ഇറങ്ങ സ്ത്രീകളെ നിങ്ങള്. ഓക്കെ, നല്ല സമയമാണ്. ഇറങ്ങ സൈമ വെള്ളത്തില്. കിടക്ക് ഇടി, ഇറങ്ങടി ഷീനോ, ഇറങ്ങാൻ. ഒരാൾ ഇറങ്ങി കഴിഞ്ഞാൽ ലെവലായിക്കോളൂ. പക്ഷെ അറിയുന്നില്ല ഇപ്പൊ അത്ര അല്ലേ? ആ ശരിയാണ്, വേർക്കുന്നുണ്ട്. കൊറിയൻകാരൻ സമ്മതിക്കണോട്ടാ. ഓ, അതുകൊണ്ട് പിള്ളേർ സെറ്റും ഫാമിലിയും ഒക്കെ ഇവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. കുളിച്ചും പിടിക്കാൻ ഇല്ല, നമ്മുടെ വെല്ലു വിളിച്ചതാണ് ചേട്ടൻ. ആദ്യം ഒന്ന് പതുക്കെ കുറച്ച് ചൂട് കൊടുത്തിട്ടേ ആടി നിക്ക. ചാടകട്ടെ, കുറച്ച് ഇത് കോരി വയ്ക്കടാ. വേണ്ട ഒഴിക്കണ്ട ഒഴിക്കണ്ട ഒഴിക്കണ്ട. ഒരു കാല് മതി. വേണ്ട, ഇത്തിരി കഴിഞ്ഞിട്ട് തെറ്റായിട്ടൊന്നുമില്ല. ഓ എന്റെ അമ്മേ, അത് ഇതിനേക്കാളും ചൂടാ കേട്ടോ. ഇത് ചൂട് കൂടുതൽ അവിടെ അല്ലേ? നീ അതേപോലെ ഇങ്ങോട്ട് വാ, നോക്കിയത് പറ്റുമോന്ന് ട്രൈ ചെയ്, നോക്ക്. അല്ലേ? ഇത് ബെറ്ററാടാ, ഇത് നല്ല ചൂടാ. ഇതാ ചൂട് കൂടുതൽ. ഇത് ഇരിക്കുമ്പോ കുഴപ്പമില്ല അല്ലേ? അവിടുത്തെ അതേപോലെ തന്നെ. ഇത് ഭയങ്കര ചൂടാണ്. അത് നല്ല ചൂടാ. ഭയങ്കര ചൂടല്ലേടി? പിന്നെ കുറച്ചെന്തെങ്കിലും കൂടുതലുണ്ടാവും. കോരി വെച്ചേക്ക് അങ്ങനെ സെറ്റാക്കിയാൽ കോട്ടെ എല്ലാം പോട്ടെ. സ്വോത്രം എങ്ങനെയുണ്ട്? ഇറങ്ങാന്ന് പറഞ്ഞല്ലേ? അവിടെ വന്നിരിക്കണം, വന്നിരുന്നിട്ട് ഒഴിച്ച് സെറ്റാക്കണം. ആ കുട്ടി മുങ്ങി പഠിച്ചാ. അവരൊക്കെ സ്ഥിരമായിട്ട് വരുന്നതായിരിക്കും, അറിയാം. ചെറുതായിട്ട് ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് പതുക്കെ ഇറങ്ങി അങ്ങ് മൊത്തത്തില്. പക്ഷെ അതുപോലല്ല ഇത്. ഞാന് തിളച്ചുള്ളതൊക്കെ ഇറങ്ങാം. തിളപ്പൊന്നുമില്ല. നീ ഇറങ്ങുന്നാ എന്നെ വെല്ലുവിളിക്കുകയാണെന്ന്. എന്റെ എല്ലാം കത്തിപ്പോടാ, നോക്കിക്കോ. എന്ത് ചോന്നല്ല ചേട്ടനങ്ങ് മതിയല്ലേ? നല്ല ചൂടാ. എല്ലാ വേദനയും പോയി. അയ്യോ, ഇത്രയും ദൂരം വന്ന് പൈസയും കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മുങ്ങിയപ്പോ സെറ്റായി കേട്ടോ. അവിടെ ഇരുന്നാ മതി, ഇരുന്ന സെറ്റാണ്. വേണ്ട, പതുക്കെ പതുക്കെ ഞാൻ ഇറങ്ങിക്കോളാം.
അതിനെ എണീക്കരുത്. പതിയെ പതിയെ താങ്ങാം. പതിയെ പതിയെ ഇച്ചിരി ഇച്ചിരി താന്നു പോയാൽ അത്രയും പ്രശ്നമില്ല. ഇതൊക്കെ കുതിർന്നു. ഇനി ഉരക്കേണ്ട കാര്യമൊന്നുമില്ല. ഉറച്ചാൽ മതി. തൊലിയൊക്കെ അടക്കം പൊക്കോളും കണ്ട. ചൂട് നിങ്ങളുടെ കാലിന്റെ വെള്ളമൊക്കെ ഇരിക്കുന്നുണ്ടോ? ചുമന്ന് തുടുത്തിരിക്കുന്നു. അതായത് മൈക്കൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് പതുക്കെ മുങ്ങാനുള്ള പരിപാടിയിലാണ്. ചൂടാവട്ടെ. തണുക്കുന്നോ? എടാ ഞാൻ ഇറങ്ങണേ. നീ ഇറങ്ങ. ആ ഏറ്റവും ചൂട് കൂടിയതിനകത്ത് കൊണ്ട് ഇറങ്ങാൻ പോവാണ്. ഇറങ്ങിറങ്ങാൻ കൊള്ളൊന്നുമില്ല. തളച്ച വെള്ളം നല്ലല്ലേ. എന്തും വരട്ടെ എന്ന് വിചാരിച്ചു ചേട്ടൻ ഇറങ്ങി. ആഹാ ഇറങ്ങടാ മുങ്ങടാ. വേണ്ടേ നിസ്സാരം നിസ്സാരം. ഏറ്റവും ചൂട് കൂടിയതിനകത്ത് വരെ ഇറങ്ങിയത് മുങ്ങി കഴുത്തറ്റം കിടക്കുന്നു. അതാണ് പവർ. അത് എങ്ങനെയുണ്ട്? പൊളിയല്ലേ? മുങ്ങ മൊത്തത്തിൽ മുങ്ങിനി. തലയും കൂടെ മുങ്ങണ ഇനി. ഇനി എവിടെ എങ്ങനെയുണ്ട്? ഓ കൊറേ നേരം കിടന്നല്ലോ അപ്പൊ നീ. ഇനി കുഴപ്പമില്ല. ഒന്ന് കടന്നിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അനങ്ങരുത് ഇവിടുന്ന്. എഴുന്നേറ്റ പ്രശ്നമാണ്. അയ്യോ അങ്ങോട്ട് കരയില്ലെന്ന്. അപ്പൊ ഗൈസ് ഞങ്ങള് ആ ചൂടുവെള്ളത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് തണുത്ത വെള്ളത്തിൽ കുറച്ചു നേരം ഒന്ന് എൻജോയ് ചെയ്യാണ്. മറ്റേ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു. പക്ഷെ ഇവിടെ ഓക്കെയാണ്, നോർമൽ വെള്ളമാണ്. വെയിൽ കൊണ്ടുള്ള ചൂട് മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പം കുറെ നേരം വിയർത്ത് ഇതിനകത്തൊക്കെ കിടന്നപ്പോഴത്തേക്ക് 8 റിംഗിറ്റിന് ഓക്കെയാണ്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്യാനുള്ള മൊത്തത്തിലൊന്ന് കഴുകിയെടുക്കണമല്ലോ. കാരണം ഇത് വെള്ളത്തിലൊക്കെ കിടന്ന് കുളിച്ചതല്ലേ. കാലൊക്കെ നോക്കിയാൽ വെളുത്ത് വിളറിയിരിക്കുന്നുണ്ട്. ഇത്ര നാളും അത് പുറത്ത് വന്നിട്ടില്ല. അതാണ്. ഓക്കെ സൂപ്പർ. അതെ വെള്ളത്തിലുള്ള കളിയും കുളിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇനി ഫുഡ് കഴിക്കണം. 4 മണിയായി. 1 മണി 2 മണിക്ക് വന്നാണ് ഇവിടെ. 2 മണിക്കൂറോളം വെള്ളത്തിൽ കളിച്ചു. ഇതിൻ്റെ ഭവിഷ്യത്ത് ഇനി 2 ദിവസം കഴിഞ്ഞാൽ അറിയാം. ജലദോഷമോ പനിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. എന്താണേലും മാഷാ അല്ലാഹ് വരുന്നിടത്ത് വെച്ച് കാണാം. അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇനി എങ്ങോട്ടാന്നുള്ള അറിയില്ല. ഏതായാലും ഫുഡ് കഴിക്കണം. അപ്പോൾ ശരി. കുളിയും നനയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കയറണ കടൻ്റെ പേര് കേട്ടോ. ഒന്നും വായിക്കാനുള്ള മൂടൊന്നുമില്ല. അതിനുശേഷം എന്തൊരു കറികളോ അങ്ങനെയൊക്കെ തെങ്കേരി ചിക്കൻ വേണം. അവരറിയാൻ പറഞ്ഞു. മൊത്തം ചൂടാവട്ടെ. ഉണക്കമീൻ പൊടി. വെജിറ്റബിൾ നല്ല ചൂടില്ല അല്ലേ? കൂടുതലുണ്ട് കേട്ടോ. ചോറങ്ങണ്ട് മാറ്റൊന്നുമില്ല. പച്ചരി മീൻകറി
മീൻകറി ഒന്നാ പറഞ്ഞ ഓരോരുത്തർക്ക് ഓരോന്നുണ്ടാവും. മീൻകറിയോ? 5 സെറ്റില്ല പറഞ്ഞു. ഇനി ആരെങ്കിലും വരാണ്ടോ? ചിക്കൻ പറഞ്ഞു നമ്മള് ഹാപ്പി ബർത്ത്ഡേ ആണോ? കമ്പടാസായിരിക്കും. ഒരു ഗൈസ് നമ്മൾ അവിടെ നിന്ന് വേറെ സ്ഥലത്ത് കാൺകുളാർ മാൾ ഇവിടെ ഓൾറെഡി വീഡിയോ ഇട്ടാണ്. ജസ്റ്റ് ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടാണ്. അതിനകത്തൊന്നും മിസ്സിങ് ആണല്ലോ ഓലപ്പടക്കം. അത് അവള് വരുന്ന വഴിക്ക് എടുത്ത് കഴിച്ചു. ആ കണ്ട ഇല്ല, അവര് വെറുതെ പറഞ്ഞതാ. ഞാൻ അങ്ങനെ ചെയ്യോ? പൊട്ടുവോ? ഇവിടെ വലിയ കിടക്കുന്നുണ്ടോ? നൈസാ ഞാൻ പറയാം, കറക്റ്റായിട്ട് ഞാൻ പറയാം. വീഡിയോ എടുക്കൂട്ടെ, ചേട്ടൻ നല്ലതായിട്ട് പറയാം. ഓ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. വീഡിയോ എടുക്കൂട്ടെ അങ്ങനെ. അതാ അങ്ങനെ ഇട്ടുണ്ട് ആണല്ലേ. നമ്മുടെ നാട്ടിലെ ഇലയുടെ ഒക്കെ പോലെ തന്നെ ഇരിക്കുന്നു. നോക്കട്ടെ. റബ്ബർ പോലുള്ള എന്തോ പച്ചക്കറി ആ തേങ്ങയൊക്കെ വെച്ചിട്ട് ഇലയുടെ ആണ്. നന്നായിട്ട് വലിയുന്നുണ്ട്. ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഇങ്ങനെ കഴിക്കാം. ചിക്കൻ തന്നെയാണോ? ചക്ക പറ്റിച്ച് ഞങ്ങളെ കിട്ടു തന്നെയല്ലേ ഫോണ്. പെറുക്കി വരുന്നുണ്ട് രണ്ടെണ്ണം. സത്യാണ്. സൈമൺ ഊഞ്ഞാല് കയറുമോ? ഇല്ല ഞാൻ കേറാം. കയറുമോ? എന്നാ നിങ്ങൾ രണ്ടാളും കയറ്. ഒരു ടോക്കൺ ഞാൻ എനിക്ക് കയറണം. നീ കയറിയിട്ട് വാ പൊളിക്ക്. വാ അതിനകത്തിട്ടാലേ ആ ബാസ്കറ്റിലിട്ടാലേ അതൊക്കെയാണല്ലേ ഇട്. ആറ് രണ്ടെണ്ണം 6 പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ ടി വി കണക്കാം. പക്ഷെ 15 വർഷമായി ടി വി അവിടെ ഇരിക്കണം, ആരും കിട്ടിയിട്ടില്ല. 6 പോയിന്റ് അല്ല. അതെ, ഇയാൾ കളിക്കും തോന്നണം അല്ലേ? ഇനി എല്ലാം ഒന്ന് പിടിക്കണം. എത്ര പ്രാവശ്യം ഇടാൻ പറ്റും? 5 അതെ, കൂടുതലും പാകമായിരിക്കും. 2, 4, 5, 6, 7 പോയിന്റായി മൊത്തം. 7, 4, 6 ബോൾ കൊടുത്തിട്ടുണ്ട്. 6 ബോളും തീരണം. 12 പോയിന്റ് കിട്ടി. അപ്പോൾ നോക്കിയാൽ 12. എന്താണ് സോക്സോ? സൂപ്പർ. അയ്യോ സൂപ്പർ. വണ്ടി ഓടിച്ചാ പോയിട്ട് വണ്ടി നല്ലതാണ്. 9 എണ്ണത്തിൽ ഫുള്ള് എറിഞ്ഞ് താഴത്ത് കിട്ടാല് എന്ത് തരും?
എന്ത് തരും? എനിക്ക് എന്ത് തരും? എന്നോടാണ് ചോദ്യം. 4 ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ 3 ബാഗ് തരും എറിയാൻ വേണ്ടിയിട്ട്. ആ സാധനം കണ്ടോ ബാഗ്, അത് തരും. കുപ്പിക്ക് വളയിടൽ. അതിനകത്ത് കയറാനുള്ള ടിക്കറ്റാണ്. ഈ ടിക്കറ്റ് ഒരാൾ ഇതിൽ കയറാനുള്ളതല്ലേ? ആ ഇതിനകത്ത് കയറാനുള്ളത്. ഒരാൾക്ക് 4 ടിക്കറ്റ്. 4 ടിക്കറ്റ് കൊടുത്താൽ അതിൽ കയറാം. ഒരാൾക്ക് കയറാം. ഓക്കെ, അപ്പോൾ കയറിയിട്ട് വരാം. ഓക്കെ. നമ്പർ എത്രയാണ്? B3. അതിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ആ കാണുന്ന 2 ടയർ കണ്ടോ? ആ ടയർ അതേ പിടിച്ച് മറ്റേത് പ്രസ് ചെയ്ത് വലിക്കുകയാണ്. അതാണ് അതിൻ്റെ മെക്കാനിസം. അത്രയ്ക്ക് പവറുണ്ട്. അതേ സ്പീഡുണ്ട് അല്ലേ ട്രെയിനിൽ? കൊള്ളത്തില്ല. അതിലാണ് നല്ലത്. ഇതായിരുന്നു ഇച്ചിരി പേടിച്ചേനെ. അപ്പോൾ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? പറ. വെരി ബാഡ് എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഇത് ശോകം എന്ന് പറയാം. ശോകമാണ്. ഞങ്ങൾ രാത്രിയിലൊക്കെ പരിപാടി കഴിഞ്ഞിട്ട് വന്ന് പിറ്റേ ദിവസം വൈകിട്ടത്തേക്കുള്ള ഫുഡാണ്. ഞങ്ങളത് ഉച്ചയ്ക്ക് റെഡിയാക്കി വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനുള്ള പരിപാടികളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അവരവരുടെ ഡ്യൂട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിരിയാണിക്കുള്ള അടിപൊളി ചിക്കൻ ബിരിയാണി കേട്ടോ. ഇതാണ് ബിരിയാണി മാസ്റ്റർ. ഞാൻ ക്ലീൻ ചെയ്യാം. ആ വഴുവഴുപ്പ് അങ്ങനെ തന്നെയാണ്. ഇതൊന്നും കുഴപ്പമില്ല, ഇതിന്റെ നെയ്യാണ്. അതന്നെയാണ്. ഒരു പ്ലേറ്റ് ഞങ്ങൾ ബിരിയാണിയൊക്കെ സെറ്റാക്കി ദം ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ പുറത്തൊന്ന് ജസ്റ്റ് ഒന്ന് വാക്കിങ്ങിന് വേണ്ടിയിട്ട് പോയി കേട്ടോ. വാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പോയി. അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് ഒരിടത്ത് എത്തിയിരിക്കുകയാണ്. ഇതൊരു ട്രെയിനിന്റെ എഞ്ചിനാണ് ഈ കിടക്കുന്നത് കേട്ടോ. അവിടെ കൊണ്ടുവന്ന് അവർ വെച്ചിരിക്കുകയാണ്. പാളമൊക്കെ സെറ്റ് ചെയ്ത്. പിന്നെ തൊട്ടപ്പുറത്തൊരു ഫ്ലൈറ്റും ഉണ്ട്, ചെറിയ ഫ്ലൈറ്റ്, പഴയ മോഡല് ഒരു വിമാനം. നമ്മളിതിന്റെ അപ്പുറത്താണ് സേമ വന്നോർക്കുന്നുണ്ടാവുന്നു. നമ്മള് കേറിയത് 2024 വരെ ആയുള്ളൂ. ഇവിടെ 25 ആയിട്ട്. ഐസ്ക്രീം അടിച്ച് വെള്ളം കൊടുക്കുമ്പോഴേ പറയൂ. 2 ബിരിയാണി കഴിക്കാണ്ടെന്നെ പറ. ബിരിയാണി ദം പൊട്ടിച്ചില്ല. അയ്യോ ദം പൊട്ടിച്ചില്ലേ? താങ്കു നിങ്ങളുടെ പീസ് വെച്ചത് തിളക്കം.
അതാണ് മൂക്കി നിന്നൊക്കെ എടുത്ത് തിന്നുന്നു. കൊടുക്ക് പെട്ടെന്ന് പെട്ടെന്ന്. അല്ല മുഴുത്തോണ്ട് വെച്ചാൽ ഞങ്ങൾ വൈകിട്ടുണ്ട്. ചെറിയ പ്ലേറ്റ് കൊണ്ടുവന്നിട്ട് അമേസിംഗ് അമേസിങ്. അവിടെ സൂപ്പർ. ഇവിടെ കഴിച്ചില്ലല്ലോ. എക്സലന്റ്. എക്സലന്റ്. ഇവിടെ ഞാൻ കഴിച്ചില്ല. എന്നാ ഞാൻ വെച്ചോണ്ട് പറയാം സൂപ്പറാ. അതാണ് വെച്ചോണ്ട് പറയാന്നില്ല. കുമ്പള അവിടെ ചിക്കൻ സെറ്റ് നന്നായിട്ട് കേട്ടോ. അതെ. നല്ല ടാറ്റാ. അപ്പൊ ശരിടാ, വീണ്ടും സന്ധ്യയ്ക്കും വരെ വണക്കം. പിന്നെ ഞങ്ങള് ഇതിൽ പറന്നെത്തിയാ കേട്ടോ. ഓക്കെ ടാറ്റാ. ആ ചെന്നിട്ട് വിളിക്കേ.